ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്രാസ് വേൾഡ്. ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയാലോ. തേങ്ങ ചേർക്കാതെ. ഇതിനായിട്ട് വേണ്ടത് സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കടലമാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം സവാള എല്ലാം കട്ട് ചെയ്ത് വെക്കുക. നീളത്തിൽ അരിയുക. പച്ചമുളകും നീളത്തിലരിയുക. കറിവേപ്പിലയാണ് കേട്ടോ മെയിൻ. കറിവേപ്പില എത്രയുണ്ടോ അത്രയും ടേസ്റ്റിയാണ് കറി. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ മുളക്, കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചെറിയ കപ്പിൽ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി വേവുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കടലപ്പൊടി എടുക്കുകയാണ്. ഞാനിവിടെ വലിയ സ്പൂണിൽ 2.5 സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർക്കാം. കടലമാവ് ചേർത്തു. കൂടെ 1.5 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങും. ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ല കുറുകി വരും. ഒരുപാട് കുറുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് തിളച്ച് പതഞ്ഞ് തുടങ്ങുമ്പോഴേ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ഈസിയുമാണ്. നല്ല തിക്കായിട്ട് വരികയാണ് ഗ്രേവി. നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. വളരെ ഈസിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.